ക്രോമസോമുകളുടെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റിൻ്റെ പിക്ചറാണ്. അപ്പോൾ നമ്മുടെ അനാഫേസ് 1 അല്ലെങ്കിൽ മിയോസിസ് 1ൻ്റെ അനാഫേസ് സമയത്ത് 2 ക്രോമസോമുകൾ പെയർ ചെയ്ത് അവർ മെറ്റാഫേസ് പ്ലേറ്റിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. സോ അത് കാണിക്കാൻ വേണ്ടിയുള്ളൊരു പിക്ചറാണ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് ക്രോമസോം. എപ്പോഴാണ് ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യണേ? അവർ അനാഫേസിൽ, അതായത് മിയോസിസ് 1ൻ്റെ അനാഫേസിൽ വെച്ചിട്ട് അവരിൽ 2 ക്രോമസോം പെയറുകൾ അവർ മെറ്റാഫേസ് പ്ലേറ്റിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ കിടക്കുന്നുണ്ടാവും. അത് കാണിക്കാനുള്ള പിക്ചറാണ്. സോ ഒരു 2 പോസിബിലിറ്റീസ് ആണുള്ളത്, പോസിബിലിറ്റി 1ഉം പോസിബിലിറ്റി 2. എങ്ങനെയാണ് ഈ ക്രോമസോം പെയറുകൾ അലൈൻ ചെയ്ത് മെറ്റാഫേസ് പ്ലേറ്റിൽ നിൽക്കണേന്ന് കാണിക്കാനുള്ള പിക്ചറിൻ്റെ പോസിബിലിറ്റി 1 ആൻഡ് പോസിബിലിറ്റി 2. ഇത് പോസിബിലിറ്റി 1. പോസിബിലിറ്റി 1 നമുക്ക് കളേർഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ലോങ് ഓറഞ്ച് ആയിട്ടുള്ള ക്രോമസോം, ഇത് ലോങ് ഓറഞ്ച് ക്രോമസോം, അതുപോലെ അതിൻ്റെ അറ്റത്തുള്ള ഷോർട്ട് ഗ്രീൻ കളർ ക്രോമസോം. സോ 2 എണ്ണം, ഓറഞ്ച് ആൻഡ് ഗ്രീൻ. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ലോങ് യെല്ലോ ആൻഡ് അതിൻ്റെ താഴെ ഷോർട്ടായിട്ടുള്ള റെഡ്. ഇത് രണ്ടും ഒരേ പോളിലാണ് ഇരിക്കുന്നത്. സോ ഓറഞ്ച് ആൻഡ് ഗ്രീൻ, ഷോർട്ട് ഗ്രീൻ ആൻഡ് ലോങ് യെല്ലോ ആൻഡ് ഷോർട്ട് റെഡ്, രണ്ടും ഒരേ പോളിൽ, സെയിം പോളിലായിട്ട് കാണുന്നു. അവർ മിയോസിസ് 1 കഴിഞ്ഞ് മിയോസിസ് 2 അനാഫേസ് എത്തുമ്പോൾ അവരിൽ ഈ പറഞ്ഞ ക്രോമസോമുകൾ ഇങ്ങനത്തെ സ്ട്രക്ചറായിട്ട് മാറുന്നു. അതിനുശേഷം അവർ ഗാമറ്റുകളായിട്ട്, ജേം സെൽസുകളായിട്ട് മാറുമ്പോൾ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് മാറും. ഈ ലോങ് ഓറഞ്ചും ഗ്രീനും, ഈ ലോങ് ഓറഞ്ചും ഗ്രീനും, അതുപോലെ ഈ ലോങ് യെല്ലോ ആൻഡ് റെഡ്, ലോങ് യെല്ലോ ആൻഡ് റെഡ്, ലോങ് യെല്ലോ ആൻഡ് റെഡ്, അങ്ങനെ ഇൻഡിവിജ്വൽ ജേം സെല്ലുകളായിട്ട് ഒരു പോസിബിലിറ്റി പറയുകയാണ്. അതുപോലെ പോസിബിലിറ്റി 2ലാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, അവിടെയും മിയോസിസ് 1 അനാഫേസിൽ ഒരു ലോങ് ഓറഞ്ചും അവിടെ ഷോർട്ട് റെഡും ആണുള്ളത്. അതുപോലെ ലോങ് യെല്ലോ ആൻഡ് ഷോർട്ട് ഗ്രീനും ആണുള്ളത്. അവിടെ മിയോസിസ് 2 അനാഫേസിലെത്തുമ്പോൾ ഇതേപോലെ ഇവർ ഇങ്ങനെ സ്ട്രക്ചറായിട്ട് മാറുന്നു. ഹോമോലോഗസ് ക്രോമസോമുകളുടെ അടുത്ത് വരുന്ന സ്ട്രക്ചറായിട്ട് മാറുന്നു. ഇതേ ഓറഞ്ച് റെഡ്, ലോങ് യെല്ലോ ഗ്രീൻ. അത് കഴിഞ്ഞ് അവർ ജേം സെൽസുകളായി ഗാമറ്റുകളായിട്ട് മാറുമ്പോൾ അടുത്ത പോസിബിലിറ്റി ഇതുപോലെ തന്നെ ഓറഞ്ച് റെഡ് ഇൻഡിവിജ്വൽ, അതുപോലെ യെല്ലോ ഗ്രീൻ ഇങ്ങനെയാണ്. സോ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓരോന്നും അസോർട്ട് ചെയ്തേ എന്ന് കാണിക്കുകയാണ്. ഇവിടെയാണെങ്കിലും പോസിബിലിറ്റി ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടെങ്കിലും ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഇത് തനിയെ റെഡ് ആൻഡ് ഗ്രീൻ, അതുപോലെ യെല്ലോ റെഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓരോ ഗാമറ്റുകളും അല്ലെങ്കിൽ ക്രോമസോമുകളും അസോർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഗാമറ്റുകളായാലും ക്രോമസോമുകളായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അസോർട്ട് ചെയ്യണത്. എപ്പോഴാണ് അവർ മെറ്റാഫേസ് പ്ലേറ്റിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് ഗാമറ്റിക് ഫോർമേഷൻ സമയത്ത്. എപ്പോഴാണ് അനാഫേസിൽ, മിയോസിസ് 1ൻ്റെ അനാഫേസിൽ എത്തുമ്പോൾ അവരെന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ക്രോമസോമുകളും അസോർട്ട് ചെയ്ത് വരികയാണ്. ഇതാണ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് ക്രോമസോംസ്.